കോട്ടയത്തെ കേരള കോൺഗ്രസിന്റെ തട്ടകമാണ്. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നന്നേ ക്ഷീണിപ്പിച്ചു കേരള കോൺഗ്രസിനെയും LDFിനെയും. ഇക്കുറി എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആ വീറും വാശിയും എത്രത്തോളമുണ്ട്. ഈ ദിവസം, അതായത് ഇനി 12 ദിവസം മാത്രമേ ഉള്ളൂ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ അവിടെ കോട്ടയത്തിന്റെ ആ രാഷ്ട്രീയമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 3 മുന്നണികളുടെയും പ്രതീക്ഷ, അവർ ഈ ദിവസം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഏതൊക്കെ മേഖലകളിലൂടെയായിരുന്നു? പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ. പ്രതീക്ഷ നല്ല ചൂടാണ്. എന്നാൽ ആ ചൂടിനെയൊക്കെ തന്നെ മേലെയാണ് തെരഞ്ഞെടുപ്പിന്റെ ചൂട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 3 മുന്നണികളും സജീവമായി തന്നെ മണ്ഡലങ്ങളിൽ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ത്രികോണ പോരാട്ടം എന്ന നിലയിൽ കാണാൻ കഴിയുന്നത് കോട്ടയത്തിന്റെ മലയോര മേഖലകളിലെ 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, പാല. ഈ 3 മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ്. പൂഞ്ഞാറിലാണെങ്കിൽ PC ജോർജ്, പാലായിൽ ഷോൺ ജോർജ്, കാഞ്ഞിരപ്പള്ളിയിലാണെങ്കിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഇങ്ങനെ ഹൈ പ്രൊഫൈലായിട്ടുള്ള 3 വരെ രംഗത്തിറക്കിക്കൊണ്ടാണ് BJP ഇത്തരത്തിൽ ഈ മലയോര മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലൊരു അട്ടിമറി ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. മറ്റ് മണ്ഡലങ്ങളിലൊക്കെ തന്നെ LDF UDF എന്ന പോരാട്ടം എന്ന നിലയിലാണ് കാണുന്നത്. പ്രതീക്ഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിന് അത് കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു നേട്ടം, പ്രത്യേകിച്ച് UDFിൻ്റെ ഒരു കോട്ടയാണ് കോട്ടയം എന്ന് പറയുന്നത്. എന്നാൽ ആ കോട്ട കഴിഞ്ഞ തവണ ഇളകുന്നതാണ് നമ്മൾ കണ്ടത്. ജില്ലയിലെ ആകെ 9 മണ്ഡലങ്ങളിൽ 5 വിജയിക്കാൻ LDFിന് കഴിഞ്ഞത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ കടന്നുവരവോട് കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം LDFിനും കേരള കോൺഗ്രസ് എമ്മിനും നൽകുന്ന ആത്മവിശ്വാസം അത് വളരെ കുറവാണ്, പ്രതീക്ഷകൾ വളരെ കുറവാണ്. കാരണം വലിയ രീതിയിൽ ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടിയാണ് LDFിന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതിനാൽ തന്നെ ഒരു മികച്ച മുന്നേറ്റം നടത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് UDF വച്ച് പുലർത്തുന്നത്. മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി കേരള കോൺഗ്രസ് എമ്മിൻ്റെ കയ്യിലിരിക്കുന്ന പല മണ്ഡലങ്ങളും ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയൊക്കെ തന്നെ UDFിനൊക്കെ തന്നെ ഉണ്ട്. മാത്രമല്ല കേരള കോൺഗ്രസ് ആണ് സാധാരണ മത്സരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ആ 2 സീറ്റുകളിലൊക്കെ തന്നെ ഇത്തവണ കൈപ്പത്ത് ചിഹ്നമാണ്. ഏറ്റുമാനൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ കൈപ്പത്തിയാണ് മത്സരിക്കുന്നത്. അതിനാൽ തന്നെ ഒരു 40 വർഷത്തിന് ശേഷം കൈപ്പത്തി ഈ മണ്ഡലത്തിലേക്കൊക്കെ തന്നെ വന്നതിൻ്റെ ഒരു ആവേശമൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കൊക്കെ ഉണ്ട്. ഒരു വിവാദം എന്ന് പറയുന്നത് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ തന്നെയാണ് അത്തരത്തിൽ വിവാദപരമായ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രി VN വാസവൻ മത്സരിക്കുന്നു. വാസവനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ രീതിയിൽ വിഷയമാക്കി UDF ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉയർത്തിവിട്ട സഹകരണ മേഖലയിലെ ഇത്തരത്തിൽ ഈ സോഫ്റ്റ്വെയർ ബന്ധപ്പെട്ട 700 കോടിയുടെ ആരോപണമൊക്കെ തന്നെ വലിയ രീതിയിൽ മണ്ഡലത്തിൽ UDF ചർച്ചയാക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ BJPയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ആക്കുന്നുണ്ട്. ഒരു പരസ്യമായ രീതിയിലുള്ള പ്രതിഷേധം എന്നതിനേക്കാൾ അപ്പുറത്ത് മണ്ഡലത്തിൻ്റെ അടുത്തൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പിലും ഗ്രൂപ്പുകളിലൊക്കെ തന്നെ അത്തരത്തിൽ വാസ്തവനെതിരെ അത്തരത്തിൽ അഴിമതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ആകുന്നുമുണ്ട്. അങ്ങനെ വീറും വാശിയോട് കൂടി തെരഞ്ഞെടുപ്പിന്റെ പോർക്കളത്തിൽ അത്തരത്തിൽ മുന്നണികളൊക്കെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പരമാവധി എല്ലാ ആളുകളെയും കണ്ട്, പ്രത്യേകിച്ച് ദിവസങ്ങൾ വളരെ കുറവാണ്. അടുത്തയാഴ്ച വിശുദ്ധവാരമാണ്, പെസഹ വ്യാഴം, ദുഃഖവെള്ളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളതിനാൽ തന്നെ ഒരു പരസ്യ പ്രചാരണം ഇത്തരത്തിൽ പല സ്ഥാനാർത്ഥികൾക്കും ഉണ്ടാകില്ല. അതിനാൽ തന്നെ പരമാവധി ഈ ആഴ്ച കൊണ്ട് തന്നെ പരമാവധി ആളുകളെ കണ്ട് വരുന്നൊരു 3-4 ദിവസം കൊണ്ട് ഈ വാഹന പര്യടനം ഉൾപ്പെടെ പൂർത്തിയാക്കി പിന്നീട് സ്വകാര്യ സന്ദർശനങ്ങളിലേക്കൊക്കെ തന്നെ സ്ഥാനാർത്ഥികൾ കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഫുൾ ആവേശത്തിലേക്ക് കോട്ടയവും മാറിക്കഴിഞ്ഞു. ഷിനോജാണ് അങ്ങനെ കോട്ടയത്തെ തട്ടകത്തിൽ നിന്നുള്ള വിവരങ്ങൾ. കോട്ടയത്തിലെ കോട്ടകൾ ഇളകുമോ, ആ കോട്ടകൾ ആർക്കൊപ്പം നിൽക്കും തുടങ്ങിയ വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് സ്ഥാനാർത്ഥികളൊക്കെയും.